ഈ കാണുന്ന മനോഹരമായ ലേക്കില്ലേ, ഇതിൻ്റെ പേര് ഓൾഡസ്റ്റ് ഫിഷിംഗ് ലേക്ക് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ള ഒരാളോട് ചോദിച്ചാണ് ഈ ലേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നടുവിൽ ഒരു മുറ്റമുണ്ട്, അവിടെ കളിക്കാനുള്ള സ്ഥലം, ടേബിൾ ടെന്നീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. ഇവിടെ ജാംബവാൻ്റെ കാലത്ത് ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന് ബാക്ക് സൈഡൊക്കെ ഓപ്പൺ ആണത്. കറക്റ്റ് ടൈം. നല്ല പൊരിഞ്ഞ മഴയാണ്. നമ്മളിതാ ബുഡാപെസ്റ്റിൽ നിന്ന് വിട പറയുകയാണ്. ബുഡാപെസ്റ്റ് ബൈ. മൊത്തം പഴയ സാധനങ്ങൾ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കാൻ വെച്ചതാണോ എന്താന്ന് എനിക്കറിയില്ല. ഹംഗേറിയൻ കാഴ്ചകൾ 1984 ഉണ്ടാക്കിയ വീടാട്ടാ. പിന്നെ എന്നോട് പറഞ്ഞു അവിടെ 30 മലയാളീസ് ഉണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഇരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ ഫുൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫായിസ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ 18ാമത്തെ കൺട്രി ആയിട്ടുള്ള ഹംഗറിയിലാണുള്ളത്. പോകുന്നത് ലണ്ടനിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ബുഡാപെസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ താമസിച്ച സ്ഥലം ഇതാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്, നല്ലൊരു വെറൈറ്റി, ഇതുവരെ താമസിക്കാത്ത തരത്തിലുള്ളൊരു വെറൈറ്റി ബിൽഡിംഗ് ആണ്. ഡോറ് തുറന്ന് നേരെ കയറി വന്നാൽ രസമുള്ളൊരു ഇതാട്ടോ അപ്പാർട്ട്മെൻ്റാണ്. ഇവിടെ സൈക്കിൾ വെക്കാനുള്ള ഓപ്ഷനുണ്ട്. നടുവിൽ ഒരു മുറ്റമുണ്ട്, ഇവിടെ കളിക്കാനുള്ള സ്ഥലം, ടേബിൾ ടെന്നീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും റൂമുകളാണ്. ഇവിടെ ഒരുപാട് സൈക്കിളുണ്ട്. അതിൽ എൻ്റെ സൈക്കിൾ ഇതാ. കുറേ പഴക്കമുള്ള ബിൽഡിങ്ങാണ് ഇവിടെ, പക്ഷേ അന്നത്തെ ഭയങ്കര സെറ്റപ്പ് ബിൽഡിങ്ങാണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. പഴക്കമുണ്ടെന്ന് പറയാൻ കാരണം ഇവിടുത്തെ സ്റ്റെപ്പ് നോക്കിയാൽ മതി. ആളുകൾ നടന്ന് 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 ഒരു പൊളിഞ്ഞിട്ടുണ്ടോ സംഭവം. കോർണറിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ അദീബിൻ്റെയും അനീസിൻ്റെയും കൂടെ. നല്ല അടിപൊളി സ്റ്റേ ആണ്. ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ താമസിച്ചത്. നമ്മുടെ അനീസ് ഭായ് ആണ് എനിക്കിവിടെ റൂം റെഡിയാക്കി തന്നത്. ഇതാ ആളെവിടെ പോയി? അനീസ് ഭായ് രാവിലെ തന്നെ കോഴിമുട്ടയും ബ്രെഡും നല്ല ഡേറ്റ്സിൻ്റെ ജ്യൂസൊക്കെ കഴിച്ച്. ഇതാണ് അനീസ് ഭായ്. പുള്ളിയാണ് എനിക്കിവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. നമ്മുടെ ബാലുശ്ശേരി അല്ലേ വീട്? ബാലുശ്ശേരിയാണ് വീട്. അപ്പോൾ ആളിപ്പം ബാഴ്സലോണയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് എനിക്കിവിടെ സ്റ്റേ കിട്ടിയില്ലേ. ഇവിടെ ജാംബവാൻ്റെ കാലത്ത് ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന് ബാക്ക് സൈഡൊക്കെ ഓപ്പൺ ആണത്. കറക്റ്റ് ടൈമിന് അതാണ് ലിഫ്റ്റ് വരുന്നത്. ഇതാണ് ലിഫ്റ്റിൻ്റെ അടിഭാഗത. കണ്ടാൽ തന്നെ പേടിയാവും, കയറാൻ തോന്നൂല. നല്ല പൊരിഞ്ഞ മഴയാണ്.
നമ്മളിതാ ബുഡാപെസ്റ്റിൽ നിന്ന് വിട പറയുകയാണ്. ബുഡാപെസ്റ്റ് ബൈ. അടിപൊളി സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് ഹോട്ടൽ വല്ലപ്പോഴാണ്, ഈ റെയിൻകോട്ട് ഇട്ടിട്ട് ഹോട്ടൽ വല്ലപ്പോഴാണ്. ഇന്നിപ്പോ ഓട്ടാത്ത നിവർത്തിയില്ല. ഇന്ന് ഏകദേശം 100-110 കിലോമീറ്റർ പോവാനുണ്ട്. അപ്പോ എന്തായാലും വിടാം. മഴയത്ത് നിന്നാല് ഞാൻ അവിടെ എത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ലിബർട്ടി ബ്രിഡ്ജ്. ഇവിടുന്ന് ഇനി ഇങ്ങോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ശരി. മഴയാണ്, നല്ല മഴയാണ്, ഫുള്ള് നനയുന്നേണ്ട. ഇന്ന് മിക്കവാറും വീഡിയോൻ്റെ കണ്ടന്റ് ലെങ്ത് ഒക്കെ കുറയും, കാരണം മഴയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല മഴ, ഇന്ന് വൈകുന്നേരം വരെ മഴയാണ് കാണിക്കുന്നത്. ഒഴിവ് കിട്ടിയപ്പോ ഒന്ന് വീഡിയോ എടുത്താണ്. ഇവിടെ ഒരു സംഭവം കണ്ട്, പഴയ സാധനങ്ങളാണ് മൊത്തം. നായ്ക്കളാ. നായ്ക്കളെ ഇങ്ങനെ ഓടിക്കാനുള്ള പരിപാടിയിലാണ്. മൊത്തം പഴയ സാധനങ്ങള് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കാൻ വെച്ചതാണോ എന്താന്ന് എനിക്കറിയില്ല. മൊത്തം ഒരു പശുവിന്റെ തോലാണല്ലോ. പഴയ പാത്രം, ഗ്ലാസ്, ലൈറ്റ് എല്ലാം ഉണ്ട്. ഇതെന്തിനുള്ളതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നായ്ക്കള് കുറച്ച് തന്നെ ഓടിക്കുന്ന തോന്നുന്നത്. ഇതിന്റെ ഓണർ വരുന്നുണ്ട്. ആഹാ, നല്ല മുന്തിരി ആപ്പിളൊക്കെ. മഴ വീണ്ടും കൂടി. അത് കണ്ടോ, എൻട്രൻസിൽ നല്ല മുന്തിരി ആപ്പിളും പിന്നെ വേറെന്താ ആപ്രിക്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴയാണ്, പൊരിഞ്ഞ മഴ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്യാൻ. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, മറ്റേ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ പാൻറ്റും ഇതൊക്കെ നോർമൽ തന്നെയാണ്. ഹംഗേറിയൻ കാഴ്ചകൾ. 1984 ഉണ്ടാക്കിയ വീടാട്ടാ. ചെറിയ ചെറിയ വീടുകള്. ഞാനൊരു സൈക്കിൾ പാത്ത് ചൂസ് ചെയ്തിട്ട് അതിലൂടെ പോവാണ്. ഹൈവേ അല്ല, മെയിൻ റോഡിൽ തീരെ വീതിയില്ല. ഡേഞ്ചറാണ്. സൈക്കിൾ പാത്ത് ആകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് പോവാം. കുറച്ച് കിലോമീറ്റർ അധികമായിരിക്കും, എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാലോ. എന്താ ലേക്കോ? ഇതുണ്ടോ, വീഞ്ഞും ഉണ്ടാക്കുന്ന വീഞ്ഞുണ്ടാക്കുന്ന വീപ്പ. ഇന്നത്തെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കും, ലെൻസ് മേലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഫോണിൽ വെള്ളം കയറാതിരുന്നാൽ മതി. പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. ഹംഗേറിയൻ വില്ലേജ് കാഴ്ചകൾ. ഇവിടുത്തെ ആളുകളൊന്നും അത്ര, ഈ ഭാഗത്തേക്ക് അത്ര ഫ്രണ്ട്ലി അല്ല കേട്ടോ. ഞാൻ ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ സിറ്റി കഴിഞ്ഞ് ഈ സൈഡിലേക്ക് എത്തിയപ്പോൾ ആളുകളൊക്കെ അത് ഓരോ ഏരിയൻ്റെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, എന്ത് നല്ല മാനേഴ്സാണത്. അവൻ റോഡുമെന്ന് ഇറക്കി, അവൻ്റെ പകുതി വണ്ടി റോഡുമെന്ന് ഇറക്കിയിട്ട് എനിക്ക് പോകാനുള്ള വഴി തന്നു. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുകൾ നിർത്തി തരും. അടുപ്പിച്ചൊന്നും ഇതുവരെ എനിക്കൊരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റേ വേറെ ഏതേ രാജ്യത്ത്, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ
ആളെ പേടിപ്പിക്കുന്ന രീതിയിൽ അടുത്തുകൂടെ എടുക്കും. കിണറുണ്ട്, ഇതൊക്കെ താമസിക്കാൻ ശരിക്കും ഇത്ര മതി. ഒരുപാട് വലിയ വീടിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹാപ്പി ആയിട്ട് ജീവിക്കാം. പക്ഷെ ജസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയ റൂമോ ഒക്കെ മതി. മെയിൻ റോഡിലേക്ക് വന്ന് കയറുകയാണ്. കാറുകളൊക്കെ നോക്കുന്നു. സൺഫ്ലവർ ഒക്കെ കരിഞ്ഞുണങ്ങി കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി മൊത്തത്തില് കരിഞ്ഞുണങ്ങിയ മാതിരി ഉണ്ട്. ഏകദേശം പകുതി ദൂരം പിന്നിട്ടു. എന്തെങ്കിലും ഇപ്പോഴാണ് മഴ ഒന്ന് സ്റ്റോപ്പായത്. ഇതുവരെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സ്റ്റോപ്പായത്. ഇനിയും ഒരു 10-60 കിലോമീറ്റർ പോകാനുണ്ട്. മെല്ലെ വിടട്ടെ. മഴ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ക്ഷീണമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് മഴ ആയി കഴിഞ്ഞാൽ. ചൂടത്താണ് നമ്മൾ ക്ഷീണിക്കാം, മഴയത്ത് ക്ഷീണിക്കൂല. അതുകൊണ്ട് എനിക്ക് മഴ ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, വീഡിയോ എടുക്കാൻ കഴിയുക, അതാണ് പ്രശ്നം. വാവ്, ബ്യൂട്ടിഫുൾ. അവിടെ പശുക്കളൊക്കെ മേയുന്ന ഒരു അടിപൊളി സ്ഥലം. കയറ്റങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറി ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. വായിക്കത് ഓരോ ലെറ്ററിന്റെ മുകളിലും എന്തെങ്കിലും കുത്തും കോമയൊക്കെ വന്നാല് വേറെ എന്തൊക്കെയാണ് കേട്ടോ വായിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സീന്റെ മുകളിൽ കുത്തു വന്നിട്ടുണ്ടെങ്കിൽ സി അല്ല വായിക്കാൻ, സിയേക്ക് എന്ന് പറഞ്ഞാൽ ചച്ചക്ക്. നല്ല കാടാണ്, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. സൈക്കിളിന് എന്തോ പറ്റിയിട്ടുണ്ട്. അടിപൊളി. രാത്രി ഒന്നും ഇവിടെ ടെന്റ് അടിക്കൽ സേഫ് അല്ല കേട്ടോ. ഒരു കാടാണ്, സേഫ്. തത്തപ്പന്യ, ഞാൻ തത്തപ്പന്യ എന്ന് പറയുന്ന സ്ഥലം ജസ്റ്റ് പാസ് ചെയ്തു. ഇനി പോകുന്നത് കോംകോം അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ കുറച്ച് മലയാളി സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്ന മനോഹരമായ ലേക്കില്ലേ, ഇതിൻ്റെ പേര് ഓൾഡസ്റ്റ് ഫിഷിംഗ് ലേക്ക് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ള ഒരാളോട് ചോദിച്ചാണ് ഈ ലേക്കിൻ്റെ പേരെന്താണ്. ഓൾഡ് ലേക്ക് എന്നാണ് പറയുന്നത്. ഇത് ഹംഗറിയിലെ ഓൾഡ് ഫിഷിംഗ് ലേക്കാണ്, ഫിഷിങ്ങിന് ഉള്ള ലേക്കാണ്. അതുകൊണ്ടായിരിക്കാം കുറേ ഫിഷിംഗ് ബോട്ട്സും കാണുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം വലുപ്പമുണ്ട്, വലിയൊരു ലേക്കാണിത്. ഒരുപാട് ദൂരത. ഇതാണ് ലേക്ക്. ഇന്ന് നല്ല മഴ ആയത് കാരണം തോന്നുന്നു ആരുമില്ല ഇവിടെ. ഇപ്പോഴാണ് മഴ ഒന്ന് സ്റ്റോപ്പായത്, വെയിൽ വന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ വന്നോളും. ആളുകൾ കുറവാണ് ഇപ്പം, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് കണ്ടതാ ലേക്ക്, അപ്പം തന്നെ ചാടി ഇറങ്ങി.
ഇതെന്താ സാധനം? എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സൈക്കിളിൻ്റെ ചെയിനാണെന്ന് മനസ്സിലായി, ബട്ട് വേറൊന്നും മനസ്സിലാവുന്നില്ല. ടാറ്റായ് ഹൊഡി. ഇവിടെ കയാക്ക് കെനു സൂപ്പ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി, കാരണം റെൻറ്റ് തന്നെയാണ്. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായി. കയാക്കെന്നും മനസ്സിലായി, ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ ഏരിയ ഉണ്ട്. ഇത് ചുറ്റും നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. സൈക്ലിംഗ് പാത്ത് ഉണ്ട്, പിന്നെ ചുറ്റും സൈക്ലിംഗ് പാത്ത് ഉണ്ട്, നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല മരത്തിൻ്റെ തണലൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ക്യാമ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് കേട്ടോ. പക്ഷേ എനിക്കിന്ന് ഓൾറെഡി ഒരു ഇതുണ്ട്, ഒരു സ്റ്റേ ഉണ്ട്. ഒരു 10-30 കിലോമീറ്റർ കൂടി പോയാൽ. അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അടിപൊളിയായിരിക്കും ക്യാമ്പിങ്. ഇവിടുന്ന് അത് ബോട്ട് വാടക എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. കുട്ടികളത് അങ്ങനെ വാടക എടുത്താണ് അവർ പോയി റൗണ്ടൊക്കെ അടിച്ച് വരികയാണ്. ഈ ഷോപ്പിൽ നിന്നാണ് അത് കിട്ടുക. നമുക്ക് നീന്തൽ വശമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ഞാൻ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല. കുറച്ച് ഡേഞ്ചറാണ്. ഞാനൊരു ഷോർട്ട് കട്ട് എടുത്തതാണ്, പക്ഷെ സംഭവം ഒരു കാടാ. അപ്പുറത്തൂടെ പോവുകയാണെങ്കിൽ കുറച്ച് കിലോമീറ്റർ കൂടും, ഒരു 5 കിലോമീറ്റർ കൂടും. ഒരു 5 കിലോമീറ്റർ കുറവുള്ളൊരു വഴിയിലൂടെ പോവുകയാണ്. വീണ്ടും മഴ വരുന്നുണ്ട്. ആ വെയിലൊക്കെ പോയി, നല്ല മഴ വരാൻ പോകുന്നു. അങ്ങനെ ഞാനിന്ന് സ്റ്റേ ചെയ്യേണ്ട സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട്. പക്ഷെ ആ മലയാളികൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവരുടെ സാറ് അവരെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞു. ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. സമയം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇന്നത്തെ റൈഡ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മലയാളികളുടെ കോണ്ടാക്ട്സ് ഉണ്ട്. ഒരു തമിഴ്നാട്ടിലെ അരിവാഴകൻ എന്ന് പറയുന്ന ആള്, പുള്ളി സപ്പോർട്ടാണ്. പുള്ളി എനിക്ക് ഇവിടെയുള്ള കുറച്ച് മലയാളികളെ കണക്ട് ചെയ്ത് തന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചു. അരിവാഴകൻ്റെ നമ്പറിന് ഫോൺ ചെയ്തിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ചൊവ്വാഴ്ച വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. എൻ്റെ നമ്പറൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. 3-4 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ് നമ്പറൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താണ്. അങ്ങനെ ഞാനിപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ ഒരു 2 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
കാരണം ഞാൻ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അരിവഴകനെ കോണ്ടാക്ട് ചെയ്തു. അരിവഴകൻ കുറേ നമ്പർ 3 നമ്പർ അയച്ചു തന്നു. 3 2 വാട്സപ്പില്ല. പിന്നെ 1 വിളിച്ചു. ആ പുള്ളി നാട്ടിലാണുള്ളത്. ചുരുക്കം പറഞ്ഞ ഇന്ന് സ്റ്റേ ഇല്ല. അതാണ് ഇപ്പോൾ സാധിച്ചു. ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് സ്റ്റേ ഇല്ല. ഞാനിപ്പോൾ ഇതാ ക്യാമ്പ് ചെയ്യാണ്. പുള്ളി എന്നോട് പറഞ്ഞ, ഞാൻ പുള്ളിനോട് ചോദിച്ചതൊന്നുമല്ല, പുള്ളി ഇങ്ങോട്ട് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത് ഈ റൂട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അതെ ആ റൂട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് സ്റ്റേ അവിടെ ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചതൊന്നുമല്ല. പിന്നെ എന്നോട് പറഞ്ഞു അവിടെ 30 മലയാളീസ് ഉണ്ട്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഇരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ പുള്ളി തന്നെ വിളിച്ച് ഇൻട്രസ്റ്റ് എടുത്ത്, എനിക്കിപ്പോൾ 3-4 നമ്പർ എന്നിട്ട് ഞാൻ പറഞ്ഞു അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. കാരണം 3 ദിവസം മുമ്പ് കൊടുത്ത കോണ്ടാക്റ്റാണ്. ഇതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ എത്തി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി അവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. മലയാളിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് ഞാൻ അരിവഴകണം പറഞ്ഞു അവർക്ക് താല്പര്യമില്ലാത്ത തോന്നുന്നു, ഇനി വേണ്ട. പുള്ളി നിർബന്ധിച്ചിട്ടാണ് ഞാൻ പിന്നെയും ട്രൈ ചെയ്തത്. എന്തായാലും അത് വിട്ട് ഞാനിതാ ഇവിടെ ഈ കാണുന്നത് കൊമറോം കോട്ടയാണ്. കോട്ടയാണ് കാണുന്നത്. കൊമറോം കോട്ട. ഇതിൻ്റെ അപ്പുറത്ത് സ്ലോവാക്കിയാണ്. ഇതൊരു നദിയുണ്ട്. കോട്ടൻ്റെ അപ്പുറത്ത് ഒരു നദിയുണ്ട്. ആ നദിയുടെ അപ്പുറം സ്ലോവാക്യ, ഇപ്പുറം ഹംഗറി. ഞാൻ ഹംഗറി കൂടെ തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. നാളെ ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറൊരു ലൊക്കേഷൻ ഉണ്ട്, അവിടെ കുറച്ച് മലയാളികളുണ്ട്. നാളെ ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്ലോവാക്യൻ്റെയും ഓസ്ട്രിയയുടെയും ബോർഡറിലെത്തും. എനിക്ക് വേണമെങ്കിൽ ഓസ്ട്രിയ കയറാം, വേണമെങ്കിൽ സ്ലോവാക്യ കയറാം. ഞാൻ സ്ലോവാക്യയിലേക്കാണ് കയറുക നാളല്ല മറ്റന്നാൾ. അപ്പോൾ അവിടുന്ന് മലയാളീസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ എന്തായാലും ഒന്ന് പോകണം നാളെ. അപ്പോൾ അവിടെ ആയിരിക്കും. ഇന്ന് ഞാൻ ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത് കേട്ടോ. ആ കാണുന്നത് കോട്ടയാണ്. ഇവിടെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ സ്റ്റേ. ഞാൻ ക്യാമ്പൊക്കെ ചെയ്തു, അടിച്ചു. ഇപ്പം മഴ ഏത് സമയത്തും പെയ്യും, നല്ല മഴക്കാറുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ അറിയാം. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു, അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയാണ്. ഇന്ന് രാത്രി ഇപ്പം എന്തായാലും നല്ല മഴയായിരിക്കും. ഞാനിന്ന് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ചെറിയൊരു ഇത്, കാരണം ഇന്ന് കുറച്ച് മലയാളികളെ കാണാം, പരിചയപ്പെടാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് താല്പര്യമില്ലാഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ. പരിചയപ്പെടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോട്ടെ. നമുക്കിന്ന് ഇവിടെയാണ് ഇന്നത്തെ എൻ്റെ സ്റ്റേ. ചുറ്റും അങ്ങോട്ടൊക്കെ കാടാട്ടോ, ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് സ്റ്റേ കേട്ടോ. ഏത് സമയത്തും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. സാധനങ്ങളൊക്കെ ഉള്ളിലാക്കി സേഫ് ആക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പോൾ നാളെയും കൂടി ഞാൻ ഹംഗറിയിലൂടെ തന്നെയാണ് ട്രാവൽ. മറ്റന്നാൾ ഞാൻ സ്ലോവാക്യയിലേക്ക് പോകും. 2-3 ദിവസം സ്ലോവാക്യയിലായിരിക്കും, പിന്നെ ഓസ്ട്രിയ. ഇങ്ങനെയാണ് എൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.